എത്താപ്പത് സമുദ്രസന്ധ്യ കഞ്ഞിവെള്ളം കാണുന്നുണ്ടാ കണ്ടതാ കഞ്ഞിവെള്ളം ഏല 8 നമ്പർ 2 കഞ്ഞിവെള്ളം 30 ഉറുപ്പ്യ കൊടുത്താൽ കടലിൻ്റെ കുതിർത്ത് അതൊരു ദുബായിൽ വന്ന് കണ്ട ബോർഡ് വെച്ചിട്ടുള്ളത് അൽക്കൂസിലെ എംബ്രേസ് മാളിന്റെ സൈഡിൽ കഞ്ഞിട്ടുള്ളതാണ് അതിന്റെ ബാക്കിയല്ലേ പോയത് അറിയില്ല 3 മാസം സാലറി ഇട്ടാല് പിന്നെ ഓലൊരു ക്രെഡിറ്റ് കാർഡ് തരും. അത് ആമിനിയാന്നാണ് വായിക്കുക ആമിന അങ്ങനെ ജുമ അല്ല എന്താണ് കറാമ വൈബ് നൈറ്റ് ലൈഫ് ദുബായ് പാട്ടുകൾ കാണാൻ പോലുള്ളൂ. അങ്ങനെ നമ്മൾ കറാമയുടെ തെരുവോരങ്ങളിലൂടെ നട്ടപ്പാതിരക്ക് നടന്നുണ്ട്. കറാമ ലുലു യൂസുഫാജി നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ സ്ഥാപനമാണല്ലോ ബാബുത്. പൊന്നാക്കാൻ്റെ ചായക്കട ഇതന്നെ സ്ട്രീറ്റ് വാക്ക് ടൗണ് നടക്കുന്നു ഇങ്ങനെ. എന്നാ വരിപ്പോ ചങ്ങാനോടെ കണ്ട പരിചയമുണ്ടല്ലോ. ഇവിടെ കോട്ടക്കര ആര്യശാല പോയി. കോട്ടക്കര അവിൽ മിൽക്ക് എന്നല്ല തുടങ്ങി ഇവിടേക്ക് എല്ലാ സ്ഥലത്തും ബസ്സുണ്ട് വൈക്കട് എന്ന് വെച്ചാൽ വൈക്കട് ടൗൺ അല്ല. ഏറ്റവും നല്ല സുഖം തന്നെ. എനിക്ക് വണ്ടിയിലോട്ടിക്കോ എൻ്റെ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കോട്ടക്കങ്ങാടിയിൽ വന്നിട്ട് ബാബു ഏതാ വണ്ടി ഇത്? ഇതേതെ കൂട്ടത്തിൽ അറിയേണ്ട ഒരാൾക്കാര്. എവിടെ എവിടോനെ എനിക്ക് ബൈക്ക് ഇഷ്ടപ്പെട്ടാ?
12 മണിക്കാണ് ഇതല്ലേ ബാബു? അങ്ങനെ റൈറ്റ് പിടിച്ച് ആ ടാക്സിൻ്റെ അടുത്ത് ദുബായിൽ വന്ന മാൾ ഓഫ് ദ എമിറേറ്റ്സിലൊന്ന് കയറാഞ്ഞാൽ ഈ റൈറ്റ് ജസ്റ്റ് റൈറ്റ് നമ്മളെ ബിൽഡിങ് അത് ബേക്കറി കാണുന്നത് ഈ റൈറ്റ് എടുത്തു. ടാക്സി പ്രോബിറ്റഡ് ഗ്രൗണ്ട് ഫ്ലോറിൽ 169 പാർക്കിംഗ് ഉണ്ട്. നമുക്കുള്ള പാർക്കിംഗ് ആണ് VIP പാർക്കിംഗ് വാലറ്റ് എടുക്കേണ്ടി വരും. വികലാംഗൻ്റെ പാർക്കിംഗ് ഉണ്ട്. 4 പാർക്കിംഗ് ഉണ്ട് അതിൽ അടുത്തിൽ 2 ഉണ്ട് അടുത്തു. പാർക്കിംഗ് ഇങ്ങനെ എഴുതി വെക്കുക എത്ര പാർക്കിംഗ് ഉണ്ട്. 2 പാർക്കിംഗ് ഇട്ടോ റൈറ്റ് എടുത്തു. മുകളത്തെ ലൈറ്റ് കണ്ടറിയാം പാർക്കിംഗ് സ്ലോട്ട് ബാക്കി ഉണ്ടാക്കിയതാണ്. അവിടെ 2 പാർക്ക്. ഇതാ നമ്മളെ വണ്ടി. ഇങ്ങനെ നാട്ടിലേക്ക് പോകണമെങ്കിൽ പർച്ചേസ് ഏറെക്കുറെ പൂർണ്ണമായിരിക്കുമ്പോൾ 30 കിലോ നിറഞ്ഞിരിക്കുന്ന ടോയ്സ്. ഈവനിങ് കിസൈസ്. ഇവിടെ നമ്മൾ ആണി അടിച്ചത് അവിടെ ഉണ്ടല്ലേ. ഒരു മുള്ളാണി തല വീണ് എടുക്കാനുണ്ട്. ഇനി ആ ബിൽഡിംഗ് എന്താ പിരിഞ്ഞിക്കണ ഇങ്ങനെ ഈ പച്ച അളവ് മാറിയതാ. ചിലപ്പോൾ കാറ്റിന് പിരിഞ്ഞതാവും. കാറ്റടിച്ചപ്പോഴേ പൂക്കട്ടങ്ങ് തൂക്കുമ്പോളേ അവര് പൂക്കട്ട തൂക്കിയുണ്ടല്ലോ ഉണ്ടാക്കല്. രണ്ട് ബിൽഡിങ് പുതിയ വരുന്നുണ്ടല്ലോ അല്ലേ? ഇതിന് മേലെ വർക്ക് എടുക്കുക. ഈ ബിൽഡിംഗ് ഒക്കെ തട്ടിലാക്കി മാറി. ഏതാ വണ്ടി? ആ നമ്മളെ വണ്ടി നമ്പർ 66. ഇത് ഡിഫൻഡർ ആണ് ഇത്. അതുകൊണ്ട് പറഞ്ഞു സൈഡ് കൊടുത്തോളാം. ബിസിനസ് ബേക്ക് ക്രോസിങ് പോയി. പോയി 4 ഉറുപ്പ്യ പോയി. ഇവിടെ ചില്ലും കൂടെ ചൂട്. ഒരു സൗണ്ട് കേട്ടാ മേലക്കൂടി ഒരു ഫ്ലൈറ്റ് പോയത്. ടണല് പോയ പൈസ പോയി. ആരാ ഇത്? ഇതാരാ? എടാ കുഞ്ഞാട്ടിയാ ജീവിതം നേരം TV കാണാൻ പരിപാടി. നാട്ടിൽ പോവല്ലേ? നാട്ടിൽ പോവാ. ഓൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളതന്നെ. ആരാ മീനൊക്കെ കൊന്നത്? സെൽഫായിട്ട് ചത്ത. കിസൈസ് റമദാൻ വൈബ്. നാളെ
മക്കളെ 20 ലക്ഷം 15 ലക്ഷം ദിർഹംസിന്റെ നമ്പറാണ് 2 ഡിജിറ്റ്. വണ്ടി കപ്പ ഒരു 10,000 അത് പോർച്ചല്ല. 94 2 ഡിജിറ്റിന് റേറ്റ് ആണ്. ഇന്ന് ഇവിടെ ഒരു മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? നല്ല മഴക്കുള്ള ചാൻസ് ആകെ മൂടിയിട്ടുണ്ട്. ഞാൻ എവിടെ എത്തിയാലും, ഞാൻ ദുബായിലെത്തിയ ദുബായിൽ മഴ, നാട്ടിലെത്തിയ നാട്ടിൽ മഴ, വർക്കത്തുണ്ടായിരുന്നു. നല്ല മഴക്കാറുണ്ട്. അതാണ് ഞാൻ ഇവിടെ ദുബായിൽ വന്നതിനുള്ള ബെനിഫിറ്റ്. ദുബായിൽ വന്നാൽ ദേരിയിൽ പോയില്ലെങ്കിൽ അല്ലേ, ദുബായിൽ വന്നൊരു ഫീല് കിട്ടൂല. പിന്നെ കറാമ, ദുബായിന്റെ ഭാഗങ്ങളായ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകണ്ടേ. നമ്മള് ദേരിയിലോട്ടുള്ള യാത്രയിലാണ്. നേരം വെളുക്കുമ്പോഴത്തേന് ബസ് എത്തണ ഒട്ടി പിടിച്ച് പോകണം. എയർപോർട്ടാണ് അടുത്ത സൈഡ്. അങ്ങനെ നമ്മൾ ദേരിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഡിയർ ദേര. സിറ്റി സെന്ററിന്റെ അടുത്തെത്തിപ്പോ ബനിയാസ് സിറ്റി സെന്റർ. റൈറ്റ് സൈഡ് കാണണം. റൈറ്റ് സൈഡ് സിറ്റി സെന്റർ. സിറ്റി സെന്ററിന്റെ പാർക്കിംഗ് ആണ്. 2 ദുബായ് ഉള്ളത്. ഒരു ദുബായിന്റെ പേര് ദേര ദുബായ്, ഒന്ന് ബർ ദുബായ്. ഹിൽട്ടൺ ഹോട്ടലോ ബാബു അത്? ഈ ഓട്ടോറിക്ഷക്കാരത്തെ കാട്ടുണ്ടോ ബാബു? ഇതാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷ. സിഗ്നലൊക്കെ ഇട്ട് നോക്കിയതിന്റെ ശേഷം കയറിനുള്ളൂ. എന്തേക്കാരം കഥ സിഗരറ്റ് കടയിലുണ്ടേ. ഇത്ര നേരം കഴിഞ്ഞതിന്റെ ശേഷം മാർക്കറ്റിൽ പോയി ഞാൻ യൂണിസ് ഉണ്ട്. ഇതിപ്പോ എടുക്ക ബാബു നമ്മള് പോണ്ട് മീൻചന്തീക്ക മക്കളെ. മീൻചന്ത എവിടെ? ഫിഷ് മാർക്കറ്റ്. ദുബായ് ഫിഷ് മാർക്കറ്റ് ഇവിടെ ഫിഷ്. അതാ ഫിഷ്. മീനെ കാണാ? ദുബായ് ചോക്ലേറ്റ് 40 റുപ്യ. 30 dirhams. 15 dirham, 15, 30, 30, 15, 50. 20, 15 and 25. This one 10 dirham. ये ओरिजिनल है. ये 40 रुपये. ഇവിടെയാണ് നമ്മളെ ഈത്തപ്പഴം വാങ്ങിച്ചത്. ഇതാണ് അക്വറ. 45 dirhams ഉള്ളു. കല്ലുമകയ്യ കല്ലുമക എത്ര ഇതിന്? കല്ലുമക इंग्लिश में ऑयस्टर ऑयस्टर है भैया ऑयस्टर. हाँ वो कितने? वो दाना 10 dirham है. हाँ 20 का 10. നല്ല നല്ല മീൻ കാണി ദുബായിക്ക് തന്നെ വരണം. ജീവള്ള അമ്മൂറിനെ വേണി പിടിച്ചു തിന്നോള്. ജീവള്ള അമ്മൂറ് ഉണ്ട്. അടാ പാവറ്റങ്ങളെ പിടിച്ച് കെട്ടിട്ട് നോക്ക് ചെയ്. ബാബു ലൈവ് മീനുകൾ അവിടെ വിൽക്കുന്നുട്ടോ. ഇതൊക്കെ വലിപ്പം കണ്ടോ നിങ്ങൾ? എവിടെയും കാണാത്ത ടൈപ്പ് ഞെട്ടതോ ഫസ്റ്റായിട്ട് കാണാൻ പോകുന്നത്. ഇവര് ഞണ്ട് ഇവിടെ യോഗ ചെയ്യണ് ബാബു. അവിടെയൊക്കെ
ഇതിനൊക്കെ വില ചോദിക്കോ തിന്നാൻ നോക്കണേ ലാബില് തിന്നോട് कितना 1 किलो 350 एक पीस 1 किलो आएगा तो वजन क्या है और पीस का किलो 350 ग्राम ഇതാണ് മീൻ ചന്ത എന്ന് പറഞ്ഞാൽ ഏസിലിങ്ങനെ നിന്നിട്ടുള്ള മീൻ ചന്ത അപ്പോൾ വൈക്കുറങ്ങിയാലോ ഇവിടെ നമ്മളെ മത്തിനെ കാണാനില്ലല്ലോ ആഹാ വളരെ മോശപ്പെട്ട തരത്തിലും കഴിയില്ല മത്തി എന്താ 10 റുപ്യ കിലോ किलो 2 किलो 15 ഇത് 8 ग्राम അതിലേക്കും 10 റുപ്യ മത്തിക്കും 10 റുപ്യ 1.5 കിലോ 2 किलो 15 ഇതാണ് ബാബു ഇൻഫിനിറ്റി ബ്രിഡ്ജ് കടലിൽ നേരത്തെ കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ നമുക്ക് ഒരു പുത്തിരിയല്ല നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കിട്ടണം എന്തൊരു കൊല്ലി ഇങ്ങനെ അങ്ങോട്ടും കൊണ്ട് വെച്ചിങ്ങനെ എന്താ ബാബു വെച്ച തെറ്റിയതാണ് കടല് തുറച്ചാലേ കടലേ അതൊക്കെ കടലായിരുന്നു ഇവിടെ തൂർത്തുകൊണ്ട് വന്നതാണ് നട്ടുച്ചക്ക് നമ്മള് ഏക്കറ കഷ്ണം കാണാൻ വന്നു ഇത് ഏക്കറ കഷ്ണം കാണാനോ ഞാൻ 2 3 തിളങ്ങി നിൽക്കുന്ന ഏക്കറ കഷ്ണം എവിടെ പോകും നമ്മൾ പിന്നെ ബുർജ് ഖലീഫിനെ കാണാനില്ലല്ലോ കുറച്ച് മുന്നോട്ട് പോയിട്ട് എത്രങ്ങാനും വരുമ്പോൾ വേണ്ടി ബിൽഡിംഗ് കൂടെ എന്തിനും ഒരുപാട് തൊടുന്നുണ്ടാക്കിയാണ് അയൽവാസികൾ ഉണ്ടാവുള്ളൂ അല്ലേ ഇത് കുറേ പണ്ടത്തെ ബിൽഡിംഗ് ആണ് ലെഫ്റ്റ് കാണി ടയോട്ട ബിൽഡിംഗ് വേണമെങ്കിൽ കണ്ടോളി 10-50 കൊല്ലം പഴക്കമുള്ള ഇതാ ഇപ്പോൾ കണ്ടുക്കണോ ടയോട്ട ബിൽഡിങ് പണ്ടത്തെ ഏറ്റവും വലിയ ബിൽഡിങ് ആയിരുന്നാലും ദുബായിൻ്റെ ഐക്കണിക് ബിൽഡിംഗ് ആണ് ഇവിടെ ടയോട്ട ടയോട്ട എല്ലാ ബിൽഡിങ്ങും കുപ്പിച്ചില്ലാണല്ലേ പുതിയ ബിൽഡിങ്ങുകളൊക്കെ കുപ്പിച്ചില്ലായിട്ടാണ് അങ്ങനെ രാത്രി 10:30 മണിക്ക് 4 ദിവസത്തെ സുഖാശത്തിന് ശേഷം കേരളത്തിലെ ഇന്ത്യനൂരിലോട്ട് പോകുന്നു. ഈ ബിൽഡിങ്ങിന് കണ്ട ഫോട്ടോ എടുക്കാൻ തോന്നുന്നു. വേറെ എന്താ മഞ്ഞുണ്ടല്ലോ
സെൽഫ് ചെക്കിൻ്റെ ആണ് ഇപ്പോൾ വരുന്നത്. നമുക്ക് ടാഗ് കെട്ടാനുള്ള ടാഗ് തന്നു. എയർപോർട്ടിലത് നമ്മളെ പണമൊക്കെ 65 ദിർഹംസ്. ഷെയ്ഖ് സായിദ് റോഡിന്റെ രാത്രി ഭംഗി വേണമെങ്കിലുണ്ടോ ഇത്? ഇവിടെ എത്തി നമ്മൾ എന്തായാലും ഐക്കോറ ബിൽഡിംഗ് എടുക്കുമല്ലോ. ട്രാഫിക് കുറവാ. ഇപ്പോഴത്തെ പാർക്കിങ്ങിന്റെ സാരിക്ക് എത്ര നാലാ? സാലിക്കിന് ടൈം വ്യത്യാസം വന്നല്ലേ? നമ്മള് പത്താം കഴിക്കാനാ പോകുന്നത് കറാമയ്ക്ക്. ഭക്ഷണം കഴിക്കാൻ രാത്രിക്കത്തെ ഫുഡായാലും പോലല്ല, അത്താഴത്തിന്റെ ഫുഡായാലും പോലല്ല, കഴിക്കുമ്പോ നീർത്തിക്ക. 2 കിലോമീറ്റർ നടക്കണ്ടേ തിരിച്ചു. ഇതേ റോഡ് 100 ഉള്ളൂ കേട്ടോ സ്പീഡ്. ഒരു സൈഡ് ഒരു സൈഡ് പേച്ച് വർക്ക് ചെയ്ത് ബാബുവിന്റെ വണ്ടി എടുക്കുവാണെങ്കിൽ അറിയും കൂടി ഇല്ല. ഇത് ഓടിയനല്ലേ? റോഡിലെ നമുക്ക് ഇഷ്ടം ഈ റോഡാണ്, സൈഡ് റോഡാണ്. ഇത് ടാർ ചെയ്യാറോ? വണ്ടി നിൽക്കണ്ടേ? അതാ പൈസ പോയി, 4 ഉറുപ്പ്യ പോയി. സൈൻ ബോർഡ് എഴുതുന്നുണ്ടല്ലോ. കേക്കാരത്താട്ടുണ്ട്. ഐക്കറ കസ്റ്റം ബിൽഡിംഗ് എത്തിയാ? പൈസ വേണ്ടല്ലോ. അടുത്ത പൈസ സഫ ഉണ്ടല്ലോ, സഫ ടോൾ ഗേറ്റ്. മേലെ അവിടെ മാത്രമേ താഴത്തെ പോലെ നമുക്ക് അപ്പൊ അങ്ങനെ പോയി. റോബോട്ട് ചായണ്ട കോഫി ഉണ്ടാക്കി കൊടുത്തരും. അതിന് ഇത്ര പൈസ അത് താഴത്തുണ്ടല്ലോ, അതിന് നമുക്കൊന്നും കയറിയ പൈസ ഉണ്ടാവും. അതതിന്റെ മേലക്കാ ലിഫ്റ്റ് കൂടി മേലെ കയറാൻ മാത്രം പൈസ കൊടുത്താൽ മതി. മേലെ കയറാൻ മാത്രം പൈസ. അതിനെത്ര 120 ഉറുപ്പ്യ. അവിടെ പോയിട്ട് എടുക്കാണ്ട് പൈസ കൂടുതൽ. ഓൺലൈൻ എടുത്താൽ മതി. ദുബായ് ഓപ്പൺ ആയിക്കണം. ഇതാണ് ദുബായിന്റെ ഹൃദയഭാഗം. 129 ടിക്കറ്റ് ഉണ്ട്, നമുക്ക് കിട്ടില്ല. ഫ്ലൈറ്റ് ടിക്കറ്റ് നാട്ടിലേക്ക്
അറേബ്യക്കാരാണ്. ഇപ്പോഴുണ്ടല്ലോ പരസ്യം. പരസ്യം മാത്രമേ ഉള്ളൂ, ഇല്ല സാധനമില്ല. 5 ലക്ഷം ടിക്കറ്റോ എത്രയാണ്? 5000 ടിക്കറ്റോ? അത് അടുത്ത കൊല്ലം പോകാൻ പറ്റുള്ളൂ. സെപ്റ്റംബർ മുതൽ മാർച്ച് കഴിഞ്ഞ വർഷം ഇനി വിട്ടത്, ഈ വർഷം മാർച്ച് മുതലോ അതോ മാർച്ച് വരെയോ എന്ന് വരുന്നത്. മോദിന്റെ ഫോട്ടോ വെച്ചിട്ട് 300 രൂപ ആ പണ്ട് മോഡിന്റെ 300 റുപ്യ പോകാൻ വിറ്റ മാതിരിയാവും. അത് 129 വാങ്ങിയപ്പോൾ ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഇതാ ആയിക്കോറെ കഷ്ടം. ആ പൈസ ഒരാളും കേസിന് പോയില്ല. പിണറായി ഒക്കെ റൗണ്ടിനുള്ളിൽ കയറി മാത്രം മനുഷ്യരുടെ പൈസ, അടിയിലൊന്നും പോകണമെങ്കിൽ പൈസ. കൽപ്പന ചോളന് മറ്റോള് തിരിച്ചവിടുന്ന് എളാപ്പാനോളോ സുനിത വില്യംസ് പോയിട്ടുണ്ടല്ലോ സാധനം. 18-ാം തീയതി പൊന്തിലല്ലോ. പൊന്തി പൊന്തില്ല ഇന്ന് രാവിലെ പോയില്ല. ഇന്നോ? ആ ഇന്നത്തെ ദിവസം ഇട്ടില്ല. ഇന്നലെ ഞാൻ ഇതാക്കിട്ട് വന്നിട്ടില്ല. ഇന്നലെ ഞാൻ മാറ്റി വെച്ചല്ല. ഹൈഡ്രോളിക് ജാക്കിക്ക് എന്തോ പറ്റിയാണ്. ഇവരാണ് 1968 ചന്ദ്രൻ 4 ആളും ഉണ്ടായില്ല അങ്ങോട്ടേക്ക്. ഇവര് 68 ചന്ദ്രൻ പോയി പറഞ്ഞാൽ വിശ്വസിച്ചാൽ കഴിയുന്നുണ്ട്. വെറുതെ വീഡിയോ ഉണ്ടാക്കി വിട്ടല്ലേ. ചന്ദ്രൻ പോയി എവിടെ എത്തിന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നില്ല. എനിക്ക് തീരെ റഷ്യ ചോദിച്ച ചോദ്യം ഇതാണ്, സേഫസ്റ്റ് റഷ്യം വയ്ക്കണല്ലോ. ഇത്രയും കാറ് പോയിട്ട് സൗണ്ട് ഇല്ല, ബൈക്കിന്റെ സൗണ്ട് ഇവിടെ എത്തി സിമന്റ് കല്ലിടാൻ മറി നമുക്ക് ഉറപ്പ് കഴിഞ്ഞല്ലോ. കഴിഞ്ഞാ അന്ന് പാർട്ടിന്റെ അതിന്റെ റീല് ചെയ്യണോ ചിലപ്പോ എന്നിട്ട് അതിന് ചോട്ട് ഇതാ നാട്ടിൽ വർക്കാനുള്ള ഫ്ലൈറ്റ്. ആ അപ്പാ ജന്തി സ്കൂൾക്ക് പോഞ്ഞേ പാത്തു ബൈക്ക് പണിക്കോച്ച് നിൽക്കാൻ സമ്മതിക്കണ്ട. ബൈക്ക് ഇങ്ങോട്ട് പോരി, ഞാൻ ജോലി എടുക്കൂല പറഞ്ഞാല് ഏറ്റവും